ഞാനൊരു കാര്യം പറയാം, പൈസ ഇല്ലാത്തൊരു കാര്യം നടക്കൂല വിജയ. ഒരു കുഞ്ഞിക്കാല് കണ്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ വീട്ടുകാര് ആ വിദ്വേഷമൊക്കെ മറന്ന് വീണ്ടും നിങ്ങളുടെ അടുത്തേക്ക് വരും. എന്നെ പറഞ്ഞ നമ്മുടെ വലിയ കാലം കണ്ടിട്ട് അവര് വിദ്വേഷം മറക്കുന്നില്ല. പിന്നെ അതിന്റെ കുഞ്ഞിക്കാല്. എടാ, ഇവള് ഗർഭിണി ആയി കഴിഞ്ഞാൽ അയ്യോ. അവര് വീട്ടിലേക്ക് വരുമെന്ന് എല്ലാം മറന്നിട്ട് സ്നേഹത്തോടെ നിന്റെ അച്ഛനും വരും, അവളുടെ അച്ഛനും വരും. അതിന് ഇവള് ഗർഭിണി അല്ലല്ലോ. ആ നമുക്ക് ഗർഭിണിയാക്കാലോ. നമുക്കോ? നമുക്ക് അങ്ങനെ നോക്കാലോ. എങ്ങനെ നമുക്ക് നോക്കണ്ട, നീ ഞാൻ നോക്കിക്കോളാം. എടാ, അത് തന്നെയാണ് ഞാൻ പറയുന്നത്. എടാ, അതിന് ഒരുപാട് സമയം എടുക്കൂലേ? നമ്മളിപ്പോ ഇപ്പോഴത്തെ പൈസയുടെ ആവശ്യം എങ്ങനെ തീരും? എടാ, ഞാൻ പറയണത് കേൾക്കുന്നു, ധൃതി പിടിക്കല്ലേ. ഇവള് ഗർഭിണിയാണെന്ന് നമ്മൾ വരുത്തി തീർക്കുന്നു അവരുടെ മുമ്പിൽ. എങ്ങനെ വരുത്തി തീർക്കാനാണെന്നേ? ഒരു തലയിലെടുത്ത് വയറ്റിൽ അങ്ങോട്ട് വെച്ച് കെട്ടുക, എന്നിട്ട് ഒരു നൈറ്റി അങ്ങോട്ട് ഇടുക. അപ്പോൾ ഇവള് 7 മാസം ഗർഭിണിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരും വിശ്വസിക്കും. എന്നിട്ട് നീ നിന്റെ അച്ഛനെ വിളിച്ചു പറയുക, ഇവളുടെ വീട്ടുകാരെ വിളിച്ചു പറയട്ടെ, അവര് വരട്ടെ, അപ്പൊ നമുക്ക് പൈസ ചോദിക്കാം. അവരുടെ ദേഷ്യമൊക്കെ അങ്ങോട്ട് അലിഞ്ഞില്ലാതാവും. ആ, അങ്ങനെ വെച്ച് നമുക്ക് പിടിക്കാന്നേ. അല്ല, അമ്മച്ചിയൊക്കെ അത് കണ്ടുപിടിക്കത്തില്ലേ? ഇല്ലെന്ന്, തൽക്കാലത്തേക്ക് കുറച്ച് കാശ്, അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഇവിടുന്ന് വിട്ടുപോക്കോ. ബാക്കി കാര്യം നമുക്ക് പിന്നെ നോക്കാം. നീ വന്ന ഇപ്പൊ തന്നെ ഞാൻ നിന്നെ ഗർഭിണിയാക്കാം. അയ്യോ, തലയുടെ വെച്ച് തരാം. എടാ, അതിന് മുമ്പ് ഞാനേ കുറച്ച് അവരൊക്കെ വരുമല്ല, കുറച്ച് ബേക്കറി സാധനങ്ങൾ, പാലും പഴമൊക്കെ മേടിച്ചിട്ട് വരാം. ഒരു 500 സേവനവാരം. ഈ സേവനവാരം കൊണ്ട് നീ എന്നെ തോപ്പിക്കണ്ട. പിന്നെ ആദ്യം നീ വിളിക്ക് പറ, അത് കഴിഞ്ഞിട്ട് ഞാൻ വിളിച്ചു പറയാം. കറക്റ്റ് ആണ്. അടിപൊളി. വാ. ഓ, ഇന്ന് ഞാൻ തകർക്കും. എങ്ങനെയുണ്ട് ചേട്ടാ? എങ്ങനെയുണ്ട്? അയ്യോ, എന്റെ പൊന്നു, നീ അലക്കുകല്ലേല് തുണി അലക്കാൻ പോവുകയാണോ? നിന്റെ വയറ്റിൽ കിടക്കണത് കുഞ്ഞാ. 8 മാസത്തെ ഗർഭത്തിന്റെ ഫീല് കാണിക്കണം. അല്ല, നിങ്ങളോട് വന്നിട്ട് 6 മാസമല്ലേ ആയുള്ളൂ, പിന്നെ എങ്ങനെ ഞാൻ 8 മാസത്തെ ഫീല് കാണിക്കുന്നേ? ശരിയാണ്, അത് ശരിയാണ്. എങ്കിൽ പോട്ടെ, 2 കട്ട് ചെയ്ത് 8 മാസമല്ല 6 മാസം. 6 മാസം. അപ്പൊ ആ 6 മാസത്തിന്റെ ഗർഭിണികളുടെ ഫീലിൽ നടക്കണം. അതെങ്ങനെയാ നടക്കുന്നേ? അതറിയാൻ പാടില്ല. ഞാൻ ഗർഭിണി ആയിട്ടില്ലല്ലോ, എനിക്ക് അറിയത്തില്ലല്ലോ. ഞാൻ ആയിട്ടില്ലെങ്കിലും ഞാൻ കാണിക്കാം. അമ്മേ. എന്നാ പിന്നെ ഇത് നിങ്ങൾക്ക് വെച്ചുകൂടെ? അത് ശരിയാണല്ലോ, നീ അത് കൂരി. ഞാൻ അതെങ്ങനെ ശരിയാവും? അതെങ്ങനെ ശരിയാവൂല. നീ ഞാൻ പറഞ്ഞൊരു കേക്ക്, അവര് വരുമ്പോഴത്തേക്ക് കറക്റ്റ് നീ ഇത് പൊളിക്കരുത് പരിപാടി. ഇല്ല. ഒന്ന് നടന്നേ. എങ്ങനെ നടക്കുന്നേ? പതുക്കെ ഇങ്ങനെ.